ഹായ്, ഇന്ന് നമുക്ക് ഒരു പേരക്ക ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ കാര്യം ജനുവരി തുടങ്ങിയിട്ടുള്ളെങ്കിലും നല്ല ഉഷ്ണ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പേരക്ക മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്കൊരു പേരക്ക ജ്യൂസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കും, പേരക്ക ജ്യൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നമുക്കൊന്ന് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി വെക്കാം. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പേരക്ക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താണ് പേരക്ക കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം പാലും ചേർത്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഔട്ട്ഡോറിൽ ചെയ്യണതുകൊണ്ട് വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഈ പേരക്കയുടെ ചെറിയ കായകളും അതിൻ്റെ അരയാത്ത ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവായി പോക്കുള്ളൂ. അതിന് വേണ്ടിയാണ്. ഉണ്ടോ, ഓക്കെ ഉണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം ഐസ് ഇട്ട് കൊടുക്കാം. പുറത്തിൽ തന്നെ വെച്ചുണ്ടാക്കിയ ഐസ് കേട്ടോ, മതി, ധാരാളം. അപ്പോൾ നമ്മുടെ പേരക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതന്നെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്തിട്ട് കഴിച്ചു വെക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇച്ചിരി സ്ട്രോബെറിയുടെ ചെറിയൊരു സിറപ്പ് ഭംഗിക്ക് വേണ്ടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നിലത്തേക്ക് ചാടി പോയി, കുഴപ്പമില്ല. നമുക്ക് മാറ്റി വെച്ച് നോക്കാം. നമ്മുടെ പേരക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാലിൻ്റെയും പേരക്കയുടെയും ചെറിയ സ്ട്രോബെറിയുടെ ഫ്ലേവറിൻ്റെ ടേസ്റ്റ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇത്ര ഐസിൻ്റെ ആവശ്യമില്ല. പിന്നെ ചൂടുകാലത്ത് നല്ല തണുപ്പ് നല്ലതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ പുതിയ ഐറ്റമായിട്ട് വീണ്ടും വരാം.